1 2 3 4 1 2 3 4 ഒന്ന് കൈയടിച്ചേ, ഇനിയും കൈയടിച്ചേ, ഒന്ന് ചേർന്ന് ഒറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ, മഴയ്ക്ക് കൈയടിച്ചേ, പുഴയ്ക്ക് കൈയടിച്ചേ, മാരിവില്ല് മാലയിടും മരയ്ക്ക് കൈയടിച്ചേ, മക്കളെ ആടി കൈയടിച്ചേ, പാടി കൈയടിച്ചേ, കാറ്റിലോളം തുള്ളി തുള്ളി കറങ്ങി കൈയടിച്ചേ, ചിരിച്ച് കൈയടിച്ചേ, കളിച്ച് കൈയടിച്ചേ, കേരളീയരായി നിന്ന് ജനിച്ച് കൈയടിച്ചേ, ഒന്ന് കൈയടിച്ചേ, ഇനിയും കൈയടിച്ചേ, ഒന്ന് ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ, കട്ടപ്പാറ വെട്ടി പൊട്ടി ചുറവ കണ്ടെടുത്തേ, നട്ടപ്പാതിര പറവ പാട്ട് വീണ്ടെടുത്തേ, കണ്ണു നീതിരാന്നവർക്ക് വീട് കൊടുത്തേ, ചൂട് ചോര വിയർപ്പാക്കിയവർക്ക് തണല് കൊടുത്തേ, പള്ളിക്കൂടം കേറിയവർക്ക് പദവി കൊടുത്തേ, ഉളും വെയിൽ കൊള്ളാൻ നിന്നവർക്ക് നാവ് കൊടുത്തേ, ജാതി മത കോട്ടകളുള്ള മൂട് തകർത്തേ, നാട്ടിൽ സകല ജാതി മാനവർക്കും തണല് കൊടുത്തേ, നാടുണർന്നു കാണുവാൻ ഉറക്കമില്ല ഊണുമില്ല ഓടി നടന്നോർക്കു വേണ്ടി ഒന്ന് കൈയടിച്ചേ, നാടുണർന്ന് കാണുവാൻ ഉറക്കമില്ല ഊണുമില്ല ഓടി നടന്നോർക്കു വേണ്ടി ഒന്ന് കൈയടിച്ചേ, ഒന്ന് കൈയടിച്ചേ, ഇനിയും കൈയടിച്ചേ, ഒന്ന് ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ, കളിച്ച് കൈയടിച്ചേ, ചിരിച്ച് കൈയടിച്ചേ, കേരളീയരായി നിന്ന് ജനിച്ച് കൈയടിച്ചേ, കൈയടിച്ചേ, കൈയടിച്ചേ. എന്റെ മക്കളുടെ കൈയടി ഞാൻ ഇവിടെ എന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ഭാരതക്ഷമേ നിന്റെ പെൺമക്കള കുക്കളക്കാരികൾ, വീടാമ്പൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ, നരന്റെ ഗർഭാധാന പാത്രങ്ങൾ, ആജന്മാന്തം പരതന്ത്രകൾ, പശുപ്രായകൾ, അവലകൾ. പ്രകൃതി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എനിക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു പാഠ്യഭാഗം, പാത്രങ്ങൾ പുരുഷന്റെ മക്കളെ പ്രസവിക്കാൻ വേണ്ടി മാത്രമുള്ള മാംസപാത്രങ്ങളാണ് ഭാരതമേ, ഇന്ത്യ മഹാരാജ്യമേ നിന്റെ പെണ്ണുങ്ങൾ. ഞാനിവിടെ നിന്ന് നോക്കിയപ്പോൾ എല്ലാം എന്റെ മക്കൾ, എന്റെ പുത്രിമാർ, എല്ലാം എന്റെ അനിയത്തിമാർ, എല്ലാവരും എന്റെ അമ്മ സഹോദരി വർഗത്തിൽപ്പെട്ടവർ. എന്തൊരു തിളക്കമാണ് ഈ സമ്മേളനത്തിന്. അയ്യൻ കാളി അമരൻ കാളി വിളഭൂമികളുടെ അധികാരി, ദുർനിയമങ്ങൾക്കെതിരാളി, ജനസ്വാതന്ത്ര്യത്തിൻ പോരാളി. അയ്യൻ കാളി അധിപൻ കാളി വില്ലുവണ്ടിയിലെഴുന്നള്ളി, പത്തരൊടിച്ചവനകരാടി ദുഷ്പത്തി തകർത്തു തിമിർത്താടി. ഉണരും കാളി ഉയരും കാളി ഉലകിലെ ഉശിരൻ തൊഴിലാളി, പഞ്ചമിമാരുടെ പള്ളിക്കൂടം വീണ്ടെടുക്കുവാൻ വിളയാടി. അയ്യൻ കാളി അമരൻ കാളി അജയ്യൻ കാളി അധിപൻ കാളി, ഉണരും കാളി ഉയരും കാളി ഉലകിലെ ഉശിരൻ തൊഴിലാളി, വിളഭൂമികളുടെ അധികാരി. മണ്ണിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഓർമ്മകൾ വെറും ഓർമ്മകളിൽ നമ്മളെ തളച്ചിടരുത് എന്നുകൂടി പറയുവാൻ, വയലിന്റെ കരയിൽ ജനിച്ചു വളർന്ന മരുന്നുണ്ടാക്കുന്ന ഒരു വൈദ്യന്റെ മകനായിട്ട് 2 വൈദ്യന്മാരുടെ ആയുർവേദ വൈദ്യന്മാരുടെ പേരക്കുട്ടിയായി വളരാൻ ഭാഗ്യം കിട്ടിയ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഓർമ്മകളിൽ മാത്രം ബന്ധിക്കപ്പെട്ട് കിടക്കുക. 100 വർഷം കഴിയുമ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കണം, നമ്മുടെ കുട്ടികൾ എങ്ങനെയായിരിക്കണം ആരും പറഞ്ഞു കേൾക്കാത്തത് വയലിന്റെ കരയിൽ ജനിച്ചു വളർന്ന കുട്ടിയായ എന്നെ പലപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട്. അന്ന് എന്റെ മക്കൾക്ക് ആഹാരമുണ്ടോ, നല്ല കുടിവെള്ളമുണ്ടോ, നല്ല പ്രാണവായു ഉണ്ടോ, മാനാഭിമാനങ്ങളുണ്ടോ, ജനാധിപത്യത്തിന്റെ രത്നക്കല്ലുകൾ അവരുടെ ശിരസിൽ അന്നും കിരീടമായിട്ടുണ്ടായിരിക്കുമോ? എന്റെ പ്രിയങ്കരായ രക്തത്തിൻ വർത്തമാന മക്കളെ,
കൂട്ടിലടയ്ക്കപ്പെട്ടവളെ, കൂടു തുറന്നു പറന്നവളെ, അഴലിൻ നേരം കടലും താണ്ടി പുതിയൊരു ലോകം തീർത്തവളെ, എല്ലാ വേദങ്ങളിലും കൃതിയിലും എല്ലാ സിദ്ധാന്തങ്ങളിലും വാഴ്ത്തപ്പെട്ടവളാണെന്നാലും എന്നും താഴ്ത്തപ്പെട്ടവളെ, വച്ചു വിളമ്പാൻ വേദന മാത്രം കണ്ടു കരഞ്ഞു ചിരിച്ചവളെ, കല്ലനടുപ്പിൽ തീയൂതി പുകശുദ്ധി കണ്ണ് കരിഞ്ഞവളെ, കൂട്ടിലടയ്ക്കപ്പെട്ടവളെ, കൂടു വന്നു പറന്നവളെ, അഴലിൻ നേരം കടലും താങ്ങി പുതിയൊരു ലോകം തീർത്തവളെ. ഇവിടെ വിജ്ഞാനം ഉണ്ടായിരുന്നു എങ്കിൽ നമ്മൾ ധരിച്ചിരിക്കുന്ന കേരളത്തിൽ ഒരു ചരിത്രമുണ്ട്. മഹാത്മാ അയ്യങ്കാളിയുടെ അമ്മവർഗം മാത്രമാണ് നരകയാതന അനുഭവിച്ചത് എന്ന് പറഞ്ഞാൽ അത് വെറും തെറ്റാണ്. അവരനുഭവിച്ച യാതനകൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയും ക്രൂരമായിരുന്നു എന്നുള്ളതൊരു സത്യമാണെങ്കിലും വി.ടി. ഭട്ടതിരിപ്പാട് ഒരുപാട് പാടുപെട്ട ഒരു മഹാൻ. അദ്ദേഹം എഴുത്തും വായനയും പഠിച്ചത് 22ാമത്തെ വയസ്സിലാണ്. എന്താ മക്കളെ അതിന്റെ കാരണം? കഴിക്കാൻ കഞ്ഞിയില്ല, കുടിക്കാൻ വെള്ളമില്ല, മാനാഭിമാനങ്ങളില്ല. ഭട്ടതിരിപ്പാടാണെങ്കിലും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാൻ അമ്മപേരന്മാർക്ക് സമ്പത്തില്ലായിരുന്നു. അങ്ങനെ മിനാരപ്പള്ളിയിൽ നിസ്കരിച്ചവർ, കുരിശുപള്ളിയിൽ കുമ്പസരിച്ചവർ, ശ്രീകോവിലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചവർ, ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ചതി ചെയ്യൊരു ജാതി വീഴുന്നതിൽ നിന്ന് അടിയന്നരുളേകണമേ. ഇതിനടുത്ത ഒരു ഗുഹയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് പാടിയതിന്റെ 27ാമത്തെ വയസ്സിൽ. എന്റെ മക്കളെ എന്നും ചതിക്കുന്ന ഒരു ഇരുട്ടുണ്ട്. ആ ഇരുട്ടിൽ നിന്നും എന്റെ കുട്ടികളെ മോചിപ്പിക്കണമേ എന്ന് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ആധ്യാത്മിക ഭാഷയിലാണ് എങ്കിലും ഇന്നത്തെ നമ്മുടെ ഭൗതിക ഭാഷയിൽ വ്യാഖ്യാനം ചെയ്യുവാൻ നമുക്ക് അദ്ദേഹം പ്രേരണ